ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലോട്ട് ലകാരം പഠിച്ചു. ലകാരങ്ങൾ കുറേ പഠിച്ചു. അതിൽ ഒരു ലകാരം കൂടി ഞാൻ പഠിപ്പിക്കാനുണ്ട്. അതായത് ലോട്ട് ലകാരം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ലോട്ടെന്ന് പറയുമ്പോൾ എന്താണ്? ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, ആ രീതിയിലൊക്കെ പറയുന്നതാണ് ലോട്ട്, അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കുന്നത് വിധിലിംഗ്. വിധിലിംഗ് അതിൻ്റെ പരസ്മൈപതിയിലുള്ളത് വിധിലിംഗ്. അതാണ് ഇവിടെ വിധിലിംഗ്. വിധിലിംഗ് എന്ന് പറയുമ്പോഴും ലോട്ട് പോലെ തന്നെയാണ്. അപ്പോൾ അതായത് ആജ്ഞാപിക്കുക, അതുപോലെ അനുഗ്രഹിക്കുക, പിന്നെ പ്രാർത്ഥന, പിന്നെ പിന്നെ ഇച്ഛ, ഈ രീതിയിലൊക്കെ അർത്ഥം വരുന്ന തരത്തിലുള്ളതാണ് വിധിലിംഗിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഭൂധാതുഹുടെ പരസ്മൈപതിയാണ്. അതിൻ്റെ ലട്ട് എങ്ങനെ വരും? ഭവതി, ഭവതഃ, ഭവന്തി, അതാണ് അല്ലേ? അപ്പം ലോട്ട് വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പഠിച്ചതാണ് ലോട്ട് എങ്ങനെയാണ്? ഭവതു, ഭവതാം, ഭവന്തു. ഇത് പ്രഥമ പുരുഷനാണ്. മധ്യപുരുഷൻ ഭവ, ഭവതം, ഭവത. പിന്നെ ഉത്തമ പുരുഷൻ ഭവാനി, ഭവാവ, ഭവാമ. എന്നാൽ നമുക്ക് വിധിലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വിധിലിംഗ് നോക്കിക്കോളൂ. ഭൂധാതുഹു പരസ്മൈപതിയാണ്. പ്രഥമ പുരുഷൻ ഭവേത്, ഭവേതാം, ഭവേയുഹു, അത് പ്രഥമ പുരുഷൻ. മധ്യമപുരുഷൻ ഭവേഹെ, ഭവേതം, ഭവേത. ഉത്തമ പുരുഷൻ ഭവേയം, ഭവേവ, ഭവേമ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം: അദ്യ വൃഷ്ടിഹി ഭവേത്. അദ്യ വൃഷ്ടിഹി ഭവേത്. അദ്യ എന്ന് പറഞ്ഞാൽ നൗ, ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് എന്നുള്ള അർത്ഥം. വൃഷ്ടി, മഴ, റെയിൻ. അദ്യ വൃഷ്ടിഹി ഭവേത്. എന്താ അതിൻ്റെ അർത്ഥം? ഭവേത് എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടായേക്കാം, ചിലപ്പോൾ നടക്കാം എന്നുള്ള അർത്ഥത്തിൽ ഒരു പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അദ്യ വൃഷ്ടിഹി ഭവേത്, അത് ഭവേതല്ലേ, ഉണ്ടായേക്കാം, ഇന്ന് മഴ പെയ്തേക്കാം അല്ലെങ്കിൽ ഉണ്ടായേക്കാം. അടുത്ത യഥാ വൃഷ്ടിഹി ഭവേത് തഥാ അന്നം പര്യാപ്തം ഭവേത്. യഥാ തഥാ, യഥാ തഥാ പഠിച്ചതാണ്. യഥാ തഥാ അവ്യയമാണ്, അല്ലേ? യഥാ വൃഷ്ടിഹി ഭവേത്, എപ്പോൾ വൃഷ്ടി മഴ ഉണ്ടാകുന്നുവോ അപ്പോൾ. അന്നം പര്യാപ്തം ഭവേത്. അന്നം ആഹാരം അല്ലെങ്കിൽ അരി എന്നുള്ള അർത്ഥത്തിൽ. അന്നം പര്യാപ്തമാകുക, ആവശ്യത്തിന് ഉണ്ടായേക്കാം, അങ്ങനെ സംഭവിച്ചേക്കാം എന്നൊരു ഒരു ഇതായിട്ട് പറയുകയാണ്. അങ്ങനെ സംഭവിച്ചേക്കാം. എപ്പോൾ വൃഷ്ടി ഉണ്ടായാൽ അന്നം ആവശ്യത്തിന് തികയും അല്ലെങ്കിൽ ഉണ്ടായേക്കാം എന്നാണ് അർത്ഥം. വയം ദേശസ്യ രക്ഷായൈ തത്പരാഹ ഭവേമ. വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അഹം, ആവാം, വയം അസ്മശബ്ദം. വയം ദേശസ്യ, ഷഷ്ടി ഏകവചനം. ദേശത്തിൻ്റെ. രക്ഷായൈ ഏത് വിഭക്തിയാണ്? ചതുർത്ഥി ഏകവചനം. രക്ഷയ്ക്കായിക്കൊണ്ട്, രക്ഷയ്ക്ക് വേണ്ടി. തത്പരാഹ താല്പര്യമുള്ളവർ. ഭവേമ യഥാ വയം ദേശസ്യ, ഞങ്ങൾ ദേശത്തിൻ്റെ രക്ഷയ്ക്കായി തൽപരാഹ ഭവേമ, തൽപരരായിരിക്കണം. ഒരു വിധി പോലെയാണ് അത് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. വയം നമ്മൾ ദേശസ്യ രക്ഷായൈ തൽപരാഹ ഭവേമ. ഭവേമ ഇവിടെ വന്നു. ഇത് ഉത്തമ പുരുഷൻ. എന്തുകൊണ്ട് ഉത്തമ പുരുഷൻ വന്നു? വയം, അഹം, ആവാം, വയം ബഹുവചനമാണ്. അപ്പം ഭവേയം, ഭവേവ, ഭവേമ. അവിടെയും ഭവേമ വന്നു. വയം ദേശസ്യ രക്ഷായൈ തൽപരാഹ ഭവേമ. ഇനി നോക്കിക്കോളൂ വേറൊന്ന്. യദി തേ ഇച്ഛേയുഹു തർഹി ഫലാനി ഭക്ഷേയുഹു. യദി തർഹി ഇത് നിങ്ങൾ പഠിച്ചതാണ്. അതും എന്താണ്? അവ്യയമാണ്. യദി തർഹി, ഇങ്ങനെയാണെങ്കിൽ. യദി തേ സഹതൗ തേ, അവർ. തേ ഇച്ഛേയുഹു, ഇച്ഛിക്കുകയാണെങ്കിൽ. എങ്കിൽ വരുന്നത് എങ്ങനെ? തർഹി വന്നപ്പോഴാണ് എങ്കിൽ വന്നത്. ഇച്ഛേയുഹു ഇവിടെ ഭവേയുഹു പോലെ. ഭവേദാം, ഭവേയുഹു. അപ്പോൾ ഇച്ഛേദാം, ഇച്ഛേയുഹു, ആഗ്രഹിക്കുന്നു എങ്കിൽ, ഇച്ഛിക്കുന്നു എങ്കിൽ വന്നതാണ് തർഹി. ഫലാനി, ഫലം, ഫലേ, ഫലാനി, പഴങ്ങൾ. ഭക്ഷേയുഹു, ഭക്ഷിക്കട്ടെ. അപ്പോൾ അതവരുടെ ഇച്ഛയാണ് കാണിക്കുന്നത്. ഇത് ഇച്ഛയാണ് കാണിക്കുന്നത്, ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. യദിതേ ഇച്ഛേയുഹു, അവർ ഇച്ഛിക്കുന്നുവെങ്കിൽ, അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ. ഫലാനി ഭക്ഷേയുഹു, ഫലം ഭക്ഷിക്കട്ടെ, ഫലങ്ങൾ ഭക്ഷിക്കട്ടെ. അത് ഇച്ഛ. അതുപോലെ കിം വയം ക്രീഡനായ ഗച്ഛേമ ഗുരു അല്ലയോ ഗുരുവിനെ വിളിച്ച് ചോദിക്കുകയാണ്. ഗുരു കിം വയം, ഇപ്പോൾ ചോദ്യമായതുകൊണ്ട് കിം വരണം, അല്ലേ?
വയം ക്രീഡനായ, ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താ? കളി. അതിൻ്റെ ചതുർത്ഥിയാണ് ക്രീഡനായ, കളിക്കുന്നതിനായി അല്ലെങ്കിൽ കളിക്കുന്നതിനായി കൊണ്ട്. ഗച്ഛേമ, ഗച്ഛേമ പോകട്ടോ, അങ്ങനെ ഒരു ആഗ്രഹം പറയുകയാണ്, പോകട്ടോ. അവിടെ ഗച്ഛേമ വന്ന് എങ്ങനെയാണ്? ഇപ്പം ഭവേമ, ഭവേയം, ഭവേവ, ഭവേമ, അത് ഉത്തമ പുരുഷൻ. ഉത്തമ പുരുഷൻ ഇവിടെ വരാൻ കാരണം വയം. അപ്പോൾ ഗച്ഛേമായമ ഗച്ഛേയം, ഗച്ഛേവ, ഗച്ഛേമ. അപ്പം ഗച്ഛേമല്ലേ വരേണ്ടുന്നത്? കിം വയം ക്രീഡനായ ഗച്ഛേമ ഗുരു, ഞങ്ങൾ കളിക്കുന്നതിനായി പോകട്ടോ. അപ്പോൾ അതൊന്നൊരു പ്രാർത്ഥനാ രീതി ചോദിക്കുകയാണ്, ഞങ്ങൾ പോകട്ടോ, അനുവാദം ചോദിക്കുകയാണ് ഒരു പ്രാർത്ഥനാ രീതിയിൽ. അപ്പോൾ അവിടെ ഗച്ഛേമ വന്നു, വിധിലിംഗ്. അടുത്ത യതി തേ ഛാത്രാഹ ഭ്രമണായ ഗച്ഛേയുഹു, യതി വരുമ്പോൾ പിന്നെ തർക്കി വന്നു. അങ്ങനെയാണെങ്കിൽ യതി തേ ഛാത്രാ, തേ ഛാത്രാഹ, ആ സ്റ്റുഡൻസ് ഭ്രമണായ, ഭ്രമണം എന്ന് പറഞ്ഞാൽ കളിക്കുന്ന, ചുറ്റിത്തിരിയാനോ അല്ലെങ്കിൽ കളിക്കുന്നതിനായി, ഭ്രമണത്തിനായിക്കൊണ്ട്, ചതുർത്ഥി ഏകവചനം. ഭ്രമണായ ഗച്ഛേയുഹു, പോകട്ടെയോ, പോയാൽ, തർഹി അനുശാസനയെ തിഷ്ഠയുക, ഒരുപക്ഷെ പോകുകയാണെങ്കിൽ, എങ്കിൽ വരുന്നതാണ് തർഹി. എന്ത് ചെയ്യണം? അനുശാസനം എന്താ? നിയമപരമായി, നിയമത്തിലൂടെ, നിയമത്തിൽ അവിടെ സപ്തമി ഏകവചനം. നിയമത്തിൽ തിഷ്ഠേയുഹു, നിൽക്കണം, നിയമത്തിൽ തന്നെ നിൽക്കണം. അതൊരു ആജ്ഞയാണ് അല്ലേ? അപ്പോൾ ആജ്ഞാ രീതിയിൽ വന്നു വിധിലിംഗ്. ഇവിടെ തിഷ്ഠേയുഹു, ഇവിടെ ഗച്ഛേയുഹുവും തിഷ്ഠേയുഹും ആജ്ഞാ രീതിയിലാണ് വന്നത്. അപ്പം ഗച്ഛേയുഹു, ഗച്ഛേയം, ഇവിടെ ഗച്ഛേത്, ഗച്ഛേതാം, ഗച്ഛേയുഹു. അതുപോലെ തിഷ്ഠേയുഹു ആണെങ്കിൽ തിഷ്ഠേതാം, തിഷ്ഠേയുഹു. അപ്പം തേ ആയതുകൊണ്ടാണ് ഇവിടെ പ്രഥമ പുരുഷൻ ബഹുവചനം വന്നത് രണ്ടിടത്തും. തേയാണ് അവർ, അതുകൊണ്ട്. അപ്പോൾ ആ കുട്ടികൾ ചുറ്റിത്തിരിയാനായി പോവുകയാണെങ്കിൽ അനുശാസനെ, നിയമത്തിൽ നിയമത്തിൽ ഇരിക്കണം. അതൊരാജ്ഞാ രീതി പറയുകയാണ്. അപ്പോൾ ഇവ മനസ്സിലായില്ലേ? ഇനി വിധിലിംഗ് ഇനിയും ഉണ്ട് കുറേ ഉദാഹരണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.